മനുപ്രസാദ് ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആംഗിൾ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്നതിന്റെ ഇപ്പോൾ കടമെടുക്കലിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഈ ക്ഷേമ പെൻഷൻ നൽകാൻ രൂപീകരിച്ചിരിക്കുന്ന കമ്പനി വഴിയുള്ള ധനസമാഹരണത്തിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്. ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന സർക്കാരിനെ വളരെ പരിമിതമായ നിലയിലേ പ്രവർത്തിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട്. കടമെടുക്കാൻ അനുവദിക്കാത്തതല്ല, എടുത്ത കടങ്ങളുടെ എല്ലാ അവസ്ഥ കൊണ്ട് ഈ നാട് വളരെ ദുരിതപൂർണ്ണമായ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവസരം കൊടുത്താൽ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞല്ലോ കടമെടുക്കാൻ അവസരം കൊടുക്കില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ കേന്ദ്ര സർക്കാർ 2025-26 29,529 രൂപ വരെ കടമെടുക്കാനുള്ള അനുമതി കൊടുത്തു. ആ കടമെടുത്തതിന് ശേഷം പിന്നെ എന്തിനാണ് ചിലവഴിച്ചത്? ദൈനംദിന ചിലവുകൾക്കാണ് ചിലവഴിച്ചത്. ഇവിടെ നേരത്തെ ചിത്തരഞ്ജൻ അദ്ദേഹം സൂചിപ്പിച്ചു, കേന്ദ്രം വലിയ കടത്തിലാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇനി എത്ര രൂപയാണ് കടമെങ്കിലും ഇന്ന് ജനങ്ങളുടെ GST ഒഴിവാക്കി കൊടുത്ത് ജനങ്ങളെ ദൈനംദിന നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റിന്റെ പേര് BJPയുടെ സർക്കാർ എന്നാണ്. നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയാം, ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കാതെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിനേക്കാൾ കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാരിനേക്കാൾ കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ നികുതി കുറഞ്ഞ് സാധനങ്ങൾക്ക് അവസരം GSTയുടെ ഇത് കുറച്ചു കൊടുത്ത സർക്കാർ BJPയുടെ സർക്കാരാണ്, ഇന്ന് നരേന്ദ്രമോദി സർക്കാരാണ്. അദ്ദേഹം സൂചിപ്പിച്ചു, കേരളത്തിൽ ഉൾപ്പെടെ നല്ല റോഡുകൾ ഞങ്ങൾ കാണുന്നില്ല. എല്ലാവരോടും വിളിക്കുകയാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നല്ല പാലങ്ങളുള്ള നല്ല റോഡുകൾ, ഹൈവേകൾ നിങ്ങൾ കാണുന്നില്ലേ? അതിനിപ്പുറവുമുണ്ട്. അത് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നിതിൻ ഗഡ്കരിയുടെ വകുപ്പാണ്, നിങ്ങളുടെ തന്നെ. ഞാൻ പറഞ്ഞുതരാം. അതെന്താ ഇതിനു മുമ്പ് നടക്കാത്തത്? ചിത്രരഞ്ജനൻ അറിയാലോ, ആലപ്പുഴയിൽ നിൽക്കുന്ന ഒരു മേൽപ്പാലത്തിന് പോലും 40 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിട്ടിട്ട് നടക്കാതെ പോയ പദ്ധതികൾക്ക് പോലും ഇന്ന് ജീവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ നയ സമീപനങ്ങളുടെ ഭാഗമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും നടക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇവിടെ സൂചിപ്പിച്ചു, 5 വർഷം നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സംരക്ഷണം നൽകാം, അതിനൊരു നഷ്ടപരിഹാരം തരാം എന്ന് പറഞ്ഞ് നൽകിയത് കൊണ്ട് മാത്രം കേരളം 5 വർഷം പിടിച്ചു നിന്നു ചിത്രരഞ്ജനാണ് സമ്മതിച്ചത്. അതിനുശേഷം അത് പിന്നെ കിട്ടുന്നില്ല, അത് ഒഴിവായി. അതിനുശേഷം ഞങ്ങൾ കടക്കണിയിലായി, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം സമ്മതിച്ചതാണ്. അവകാശമല്ല, അവകാശമല്ല, അത് നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, കേന്ദ്രം എന്തെങ്കിലുമൊക്കെ നൽകിയാൽ മാത്രമേ ജീവിച്ചു പോകാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. എന്തെങ്കിലും ഉയർത്തുന്നതോ കേന്ദ്രം നൽകാൻ പറഞ്ഞ നഷ്ടപരിഹാരത്തിനപ്പുറം കൃത്യമായി സൂചിപ്പിച്ചു ആ കാര്യം. 5 വർഷം നിങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം തരാമെന്ന് പറയുകയും ആ നഷ്ടപരിഹാരം നൽകുകയും അതിനുശേഷം പിന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് താളം തെറ്റി എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതെന്ത് ന്യായമാണ്? അത് കഴിവില്ലായ്മയാണ്. ചിത്രരഞ്ജൻ, മനുപ്രസാദ് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? കഴിവില്ലായ്മയാണത്. മനുപ്രസാദ് എന്തറിഞ്ഞിട്ടാണ് ഈ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചോണ്ട് പോകണ പണത്തിന്റെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് 2100 രൂപ കൊണ്ടുപോയാൽ 21 രൂപയാണ് നമുക്ക് തരുന്നത്. 79 അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ചിത്രരഞ്ജൻ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഇതേ നയമില്ലല്ലോ. നമ്മുടെ വയനാട് ദുരന്തം നിങ്ങൾ 562 രൂപ ലോൺ തന്നു അല്ലെ, വായ്പ തന്നു. ഞാൻ ചോദിക്കട്ടെ, വരുമാനം കുറച്ചു കൊടുത്തു, ചോദിക്കട്ടെ, നിങ്ങൾ സൗജന്യം പൈസയുടെ വിഹിതമുണ്ടല്ലോ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് മാത്രം തന്നാൽ മതി. ഒരു ഔദാര്യം തരണ്ട, ഒരു ഔദാര്യം തരണ്ട, ഒരു ഔദാര്യം തരണ്ട. ഇവിടുന്ന് പിരിച്ചോണ്ട് പോകുന്ന പൈസയിൽ അത് നിങ്ങൾ തരുന്നില്ല, നിങ്ങൾ തരുന്നില്ല, നിങ്ങൾ തരുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയ പങ്കുപോക്കൽ കാണിക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയ പങ്കുപോക്കൽ കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ വികസനം വരുന്നത്. നിങ്ങൾ തന്നില്ല. നാഷണൽ ഹൈവേ കുറിച്ച് പറഞ്ഞല്ലോ. എയിംസ് എന്തായി? എയിംസ് എന്തായി? മനുവേ, എയിംസ് എന്തായി? എയിംസ് എന്തായി? ഞാൻ പറയാം, ഒരു പേര് ചോദിക്കാൻ ഒരു തന്റെ സർക്കാർ, അത് പ്രധാനമന്ത്രിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. എയിംസ് എന്തായാലും ഞങ്ങൾ എയിംസ് എന്താ, നിങ്ങൾ സ്ഥലം എവിടെ എടുത്തു? സ്ഥലം എടുക്ക എവിടെ? ഞങ്ങൾ കിനാലൂരിൽ 150 ഏക്കർ കോഴിക്കോട്. എങ്ങനെയാണ് ഇത്രയും കാലം നിങ്ങൾ പിന്തുണ കൊടുത്ത ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിലുണ്ടായിരുന്നില്ലേ? ആലപ്പുഴയിലെ പാലോകിൽ പെടുക, ആലപ്പുഴയിലെ പാലോകിൽ സമയം വളരെ നന്ദി. 3 പേർക്കും സൂപ്പർ അവസാനിച്ചു. നമസ്കാരം.